മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു ഹെയർ കെയർ ആണ്. ഇതാണ് നമ്മുടെ മുടിയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാതെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും മുടിക്ക് യാതൊരുവിധ മാറ്റങ്ങളും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു 30 days ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണോ എൻ്റെ മുടിക്ക് വേണ്ടി ചെയ്തത് അത് അതേപടി ഒരു റൊട്ടീൻ പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഓരോ ദിവസം ഡേ ബൈ ഡേ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 അല്ല 1000% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതെൻ്റെ പേഴ്സണലി ഞാൻ അനുഭവിച്ചതാണ്, അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ആണ് ശരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ടേണിംഗ് പോയിന്റ്. അപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഹെയർ കെയർ ചെയ്തു പോവുക. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി പാടില്ല. കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ പറയണത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകുന്ന അളവിലേക്ക് നിങ്ങളുടെ മുടിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാലഞ്ചിലെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്, നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലെ ജട നന്നായിട്ട് കളയുക. കൈവിരലുകൾ യൂസ് ചെയ്ത് ആദ്യം ജട കളയുക. അതിനുശേഷം പല്ല അകലെയുള്ളൊരു ചീപ്പി എടുത്ത് മുടിയിലെ ജട മുഴുവനായിട്ടും തന്നെ കളയുക. അതിനുശേഷം നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങളുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നല്ലപോലെ ഡീപ്പായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മുടി കെട്ടിവെക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ആകെ ഒരു 20 മിനിറ്റ് മാത്രം ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടേണിംഗ് പോയിന്റ്. നമ്മുടെ സ്കാൽപ്പിന് ഒരു എക്സ്ഫോളിയേഷൻ മാസ്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാവുന്ന അഴുക്കും പൊടിയും അതേപോലെ തന്നെ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓപ്പൺ ചെയ്ത് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ സ്കാൽപ്പിന് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തലയോട്ടി ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കണം. പഞ്ചസാര നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ തലയോട്ടിയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് കോഫി പൗഡർ ആണ്. അത് ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. മൂന്നാമതായിട്ട് തേങ്ങാപ്പാൽ അതല്ലെങ്കിൽ പശുവിൻ പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ പഞ്ചസാര അലിഞ്ഞു പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതും ഈ ഒരു ഹെയർ മാസ്ക് അപ്പം തന്നെ നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. റൊട്ടേറ്റ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉരയ്ക്കരുത് കേട്ടോ, നന്നായിട്ട് ഹാഷായിട്ട് ഉരയ്ക്കരുത്. ജെന്റിലായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ലപോലെ വകച്ചിലെടുത്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് സ്ക്രബ്ബറാണ് നമ്മുടെ പഞ്ചസാരയിൽ ആ ഒരു തരിതരിപ്പ് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന അഴുക്ക്, ചെളി, അതേപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സ്, നമ്മുടെ പോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, മുടി വളരാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ പോഴ്സ്, നമ്മുടെ മുടി വളരാനുള്ള ആ ഒരു റൂട്ട്സ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ചളിയും പൊടിയും അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും നമ്മുടെ പോഴ്സ്. അതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിലൂടെ പോഴ്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ തലയോട്ടിയിലെ എല്ലായിടത്തും നമ്മൾ വകച്ചിലെടുത്ത് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ധൃതി പിടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. നമ്മൾ സാവധാനം കുറച്ച് സമയം എടുത്ത് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ വകച്ചിലെടുത്ത് എല്ലായിടത്തും ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്ക് സൈഡിലും മൊത്തത്തിലും നമ്മൾ എന്ത് ചെയ്യുക, മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലും ഒന്ന് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങളുടെ മുടിയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരുപാട് സമയം ഈ ഒരു ഹെയർ മാസ്ക് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രബിലൂടെ തന്നെ ഇളകി നിൽക്കുന്നുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് വേഗം പോയി നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ തലയുടെ ഓട് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഇനി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, നമ്മുടെ ഹെയർ മാസ്ക്, അത് നമ്മൾ ഒന്നും കൂടെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. നമ്മൾ നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന പോലെ ഹെയർ കഴുകിയെടുക്കാതെ, മുടി കഴുകിയെടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, തലയോട്ടിയിൽ ഒന്നും കൂടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മുടി നന്നായിട്ട് വെള്ളം ഒഴിച്ച്, പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ നമ്മുടെ തലയോട്ടി കഴുകിയെടുക്കുക. ഹെയർ മാസ്ക് ഒക്കെ നല്ലപോലെ കഴുകി കളയുക. അതിനുശേഷം നമ്മൾ ഷാമ്പൂ ഇട്ട് ഒന്നും കൂടെ നമ്മുടെ മുടി ഒന്ന് കഴുകിയെടുക്കണം. അപ്പം നിങ്ങൾ ഷാമ്പൂ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കരുത്. ഒരു കപ്പിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പൂ എടുക്കുക, ഒരു ക്വാണ്ടിറ്റി എടുക്കുക. അതിനുശേഷം അത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്യുക. നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം ഒഴിച്ച് വേണം നമ്മുടെ തലയോട്ടി മുടിയൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഡയറക്റ്റായിട്ട് ഷാമ്പൂ കൈ നിറച്ചും എടുത്ത് നമ്മുടെ തലയിൽ അങ്ങനെ വെച്ച് ഒരച്ച് നിങ്ങൾ മുടി കഴുകിയെടുക്കാനേ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈനെസ് വരും, മുടിയുടെ തിക്നെസ് കുറയും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു വെള്ളം നമ്മുടെ തലയോട്ടിയിൽ ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ അങ്ങനെ തലയോട്ടിയിൽ ഒഴിക്കുമ്പോൾ തന്നെ അത് മുടിയിലൊക്കെ ആവുമല്ലോ. അങ്ങനെ നമ്മുടെ തലയോട്ടിയും മുടിയൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. ഒരയ്ക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഷാമ്പൂ വെള്ളം ഒഴിച്ചാലും ഇങ്ങനെ ഒരച്ചൊരച്ച് നമ്മുടെ മുടി ഇങ്ങനെ ഒരച്ചൊരച്ച് കഴുകേണ്ട യാതൊരു ആവശ്യമില്ല. വെറുതെ വെള്ളം ഒഴിച്ച്, അതായത് ഷാമ്പൂ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞെടുത്ത് നമ്മുടെ തലയുടെ ഓടും മുടിയൊക്കെ വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ തലയുടെ ഓടും മുടിയൊക്കെ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ മാസ്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയും മുടിയൊക്കെ ഇപ്പോൾ ക്ലീൻ ആണ്. പുതിയ മുടികൾ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയോട്ടി ഇപ്പം റെഡിയാണ്. ഞാനൊരു കഥ പറയട്ടെ, നിങ്ങൾക്ക് ബോറടിക്കുക എന്നുള്ളത് എനിക്കറിയില്ല, എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ തെങ്ങിനൊക്കെ തടം എടുക്കുമല്ലോ. നമ്മൾ തെങ്ങിന് തടം എടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ തെങ്ങ് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തെങ്ങിന് നമ്മൾ തടം എടുക്കുന്നത്. അതല്ല നമ്മൾ തെങ്ങിന് തടം എടുക്കാതെ അവിടെ ചെളിയും അതേപോലെ തന്നെ വേസ്റ്റും നമ്മുടെ കവറുകളും ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മരം നന്നായിട്ട് വളരുമോ? നമ്മുടെ തെങ്ങ് നന്നായിട്ട് വളരുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിലും. നമ്മുടെ തലയോട്ടിയിൽ അഴുക്കും ഡാൻഡ്രഫും പൊടിയും ക്ലോസ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? നമ്മുടെ തലയോട്ടി ക്ലീൻ ചെയ്ത് വെക്കണം. ഇനി നമ്മൾ അവിടെ എന്തൊഴിച്ചു കൊടുത്താലും നന്നായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മുടിവേര് അത് വലിച്ചെടുത്ത് മുടി ഹെൽത്തി ആയിട്ട് വളരും. തെങ്ങിൻ തടം എന്നല്ല, നമ്മൾ ഏതന്നെയാണെന്നുണ്ടെങ്കിലും മരങ്ങൾക്ക് തടം എടുത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മരങ്ങൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും അല്ലേ? അതേ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ മുടിയിലും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മുടി വളരാൻ വേണ്ടിയിട്ടോ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടോ ഒന്നും തന്നെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ ചെയ്തത് നമ്മുടെ തലയോട്ടിയും മുടിയൊക്കെ ക്ലീൻ ആക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി ഇന്ന് രാത്രി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പിറ്റേ ദിവസം ഡേ 2, ഇനി ഞാൻ ഡേ 3 ആണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഡേ 2 നമ്മൾ ഒന്നും തന്നെ ചെയ്യണില്ല. കാരണം നമ്മുടെ മുടിയെ ഫ്രീ ആയിട്ട് ഒരു ദിവസം വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇനി ഹെയർ കെയർ ചെയ്യണത്. രണ്ടാമത്തെ ദിവസം നിങ്ങൾ മുടി ഹെയർ വാഷ് ചെയ്യേണ്ട, ഹെയർ കെയർ ഒന്നും തന്നെ ചെയ്യേണ്ട. അപ്പോൾ ഇനി ഡേ 3 ഡേ 4 അങ്ങനെ ഞാൻ ഓർഡർ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനേക്കാളും ഒരുപാട് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.